ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഇന്ന് മെയ് 13 തിരുസഭ മാതാവ് വചന വിചിന്തനമായി നമുക്ക് നൽകുന്നത് യോഹന്നാന്റെ സുവിശേഷം 16 അധ്യായം 29 മുതൽ 33 വരെയുള്ള വാക്യങ്ങളാണ്. യേശുവിനോടൊപ്പം നിൽക്കുന്നവർ ലോകം കീഴടക്കും എന്നൊരു സന്ദേശമാണ് ഇന്നത്തെ സുവിശേഷത്തിലുടനീളം നമുക്ക് ലഭിക്കുന്നത്. ദൈവത്തിൽ നിന്ന് നാം അകന്നാൽ ലോകം നമ്മെ കീഴടക്കും, ദൈവത്തോടൊപ്പം നിന്നാൽ നാം ലോകത്തെ കീഴടക്കുമെന്നും യേശു പിതാവിനോടൊപ്പം നിന്നതുകൊണ്ട് അവൻ ലോകത്തെ കീഴടക്കിയുമെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നു. ക്രിസ്തീയ ജീവിതത്തിന് 2 അർത്ഥതലങ്ങളുണ്ട്. ഒന്ന് യേശുവിനോടൊപ്പവും മറ്റൊന്ന് യേശുവിൽ നിന്നകന്ന് ലോകത്തിനോടൊപ്പമായിരിക്കുന്നതുമാണ്. ഇവ രണ്ടും പരസ്പര വിരുദ്ധമാണ്. ലോകത്തെ കീഴടക്കണമെങ്കിൽ നാം യേശുവിലായിരിക്കണം. വൃക്ഷം മണ്ണിലായിരിക്കുന്നത് പോലെയും ശാഖകൾ തായ്തണ്ടിലായിരിക്കുന്നത് പോലെയും അവയവങ്ങൾ ശരീരത്തിലായിരിക്കുന്നത് പോലെയും ലോകത്തിൽ ജീവിച്ചുകൊണ്ട് ലോകത്തെ കീഴടക്കുവാൻ യേശുവിനോടെ നമ്മൾ എപ്പോഴും ആയിരിക്കണമെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നു. യേശു തൻ്റെ ജീവിതകാലത്ത് തന്നെ ലോകത്തെ കീഴടക്കിയിട്ടുണ്ട്. പല വചനങ്ങളിലൂടെയും നമ്മളത് മനസ്സിലാക്കുന്നുണ്ട്. സാത്താൻ ലോകത്തിൻ്റെ എല്ലാ മഹത്വവും അവന് കാണിച്ചു കൊടുത്തപ്പോൾ സാത്താനെ ദൂരെ പോവുക എന്നൊരൊറ്റ വാചകം കൊണ്ട് അവൻ ലോകത്തെ കീഴടക്കി. യേശു കുരിശിൽ വെച്ച് ലോകത്തെ കീഴടക്കിയിട്ടുണ്ട്. കുരിശിൽ നിന്നിറങ്ങി വരുവാൻ പടയാളികൾ അവനെ വെല്ലുവിളിച്ചപ്പോൾ അത് ലോകത്തിലേക്ക് പോകുവാനുള്ള വെള്ളിയായിരുന്നു എന്ന് അവൻ മനസ്സിലാക്കിയതിനാൽ യേശു അത് സ്വീകരിക്കാതെ അത് ലോകത്തെ കീഴടക്കി. യേശു ഉയർത്തെഴുന്നേറ്റ് കൊണ്ട് ലോകത്തെ കീഴടക്കിയിട്ടുണ്ട്. അവൻ്റെ ഉദ്ധാനം വഴി ലോകത്തിൻ്റെ കെട്ടുപാടുകളിൽ നിന്ന് മോചിതനായി അവൻ ലോകത്തെ കീഴടക്കി എന്ന് നാം വചനങ്ങളിലൂടെ നമ്മൾ വായിച്ച് അറിയുന്നുണ്ട്. ലോകത്തെ കീഴടക്കിയ യേശുവിനെയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ വരച്ച് കാണിക്കുന്നത്. ലോകത്തെ കീഴടക്കുന്ന പല ആളുകളും നമ്മുടെ മനസ്സിലോട്ട് പലപ്പോഴും കടന്നു വരാറുണ്ട്. അതിൽ പ്രധാനമായും പല രാജാക്കന്മാരും, അലക്സാണ്ടർ, നെപ്പോളിയൻ, ഹിറ്റ്ലർ, അങ്ങനെ ഈ ലോകത്തിൽ അറിയപ്പെടുന്ന പല പ്രമുഖരുടെയും മുഖവും ചിത്രവും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. എന്നാൽ അവരെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അവർ പൂർണ്ണമായും ലോകത്തെ കീഴടക്കിയോ എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. മറിച്ച് അവർ ലോകത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് കീഴടക്കിയത് എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. യോഹന്നാന്റെ സുവിശേഷകൻ ഉപയോഗിക്കുന്ന 2 വചനങ്ങൾ വളരെയധികം ശ്രദ്ധേയമാണ്. അവൻ ലോകത്തിലില്ലായിരുന്നു, ലോകം അവനെ അറിഞ്ഞില്ല. രണ്ടാമതായി, നിങ്ങൾ ലോകത്തിൻ്റെതല്ലാത്തത് കൊണ്ട് ലോകം നിങ്ങളെ ദുഷിക്കുന്നു. നമ്മുടെ ശരീരവും മനസ്സും തമ്മിൽ എപ്പോഴും ഒരു യുദ്ധമാണെന്ന് പലപ്പോഴും നാം കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ലോകത്തിൻ്റെ സുഖങ്ങളും യേശുവിനോടുള്ള നമ്മുടെ സ്നേഹവും തമ്മിൽ എപ്പോഴും ഒരു യുദ്ധം തന്നെയാണ്. ലോകത്തിൽ ജീവിച്ചുകൊണ്ട് ലോകത്തെ അകറ്റി നിർത്തി യേശുവിനെ സ്വന്തമാക്കുവാൻ നാം ആഗ്രഹിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ടോ എന്ന് ഇന്നത്തെ സുവിശേഷം നമ്മളോട് ഒരു ചോദ്യമായി ചോദിക്കുന്നു. എങ്ങനെയെല്ലാമാണ് യേശു ലോകത്തെ കീഴടക്കിയത്? ലോകം യേശുവിനെ കുരിശിൽ തെറിച്ചു, എന്നാൽ ഉദ്ധാനത്തിലൂടെ ലോകത്തെ കീഴടക്കി. ലോകത്തിൻ്റെ കാപട്യങ്ങളെ സത്യത്തിൻ്റെ ശക്തി കൊണ്ട് അവൻ കീഴടക്കി. ലോകത്തിൻ്റെ ദുഷ്ടതയെ തൻ്റെ വിശുദ്ധി കൊണ്ട് അവൻ കീഴടക്കി. ലോകത്തിൻ്റെ ദ്രോഹങ്ങളെ തൻ്റെ അനന്തമായ സ്നേഹത്തിലൂടെ അവൻ കീഴടക്കി. കണ്ണിന് പകരം കണ്ണ് എന്ന നിയമം ഇനി ഒരിക്കലും അനിവാര്യമല്ല. ദൈവവുമായി സംഭാഷണത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ലോകത്തിൻ്റെ ഒത്തുതീർപ്പുകളെ അവൻ അതിജീവിച്ചു. ജനം രാജാവാകുവാൻ തുടങ്ങിയപ്പോൾ യേശു വിജനപ്രദേശത്തേക്ക് പിൻവാങ്ങി. തന്റെ സാമ്രാജ്യം പരലോകത്തിൽ സ്ഥാപിച്ചുകൊണ്ട് അവൻ ലോകത്തെ കീഴടക്കി. എൻ്റെ രാജ്യം ഈ ലോകത്തിൽ അല്ല എന്ന് അവൻ ലോകത്തിൽ നിന്നുകൊണ്ട് തന്നെ ഒരുപാട് തവണ നമുക്ക് ഓരോരുത്തർക്കും പറഞ്ഞു തന്നു. സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷം നമ്മൾക്കുള്ള ഒരു ക്ഷണമാണ്. ലോകത്തിൻ്റെ സന്തോഷങ്ങളും ലോകം നമ്മുടെ മുന്നിൽ വച്ച് നീട്ടുന്ന സുഖങ്ങളും എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ദൈവത്തോടൊപ്പം ആയിരിക്കുവാനും ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനുമുള്ള ഒരു വിളിയാണ്. നമുക്ക് ചിന്തിക്കാം, ഞാൻ ലോകത്തിനോടൊപ്പമാണോ ദൈവത്തിനോടൊപ്പമാണോ?